പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വഫാത്തിന് ശേഷം ഖബറടക്കി സ്വഹാബത്ത് എല്ലാവരും അവരുടെ വീട്ടിലേക്ക് തിരിച്ചു വരികയാണ്. ബിലാൽ റളിയല്ലാഹു അൻഹു അബൂബക്കർ തങ്ങളുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് പറയുന്നു, അബൂബക്കർ, ഇനി ഒരു നിമിഷം ഞാനിവിടെ താമസിക്കുകയില്ല. എൻ്റെ ഹബീബിൻ്റെ ഓർമ്മകൾ മാത്രമുള്ള മദീനയിൽ ഇനി ബിലാലിന് ഇടമില്ല അബൂബക്കർ തങ്ങളെ. അതുകൊണ്ട് ഞാനിവിടെ നിന്ന് പോവുകയാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു സമ്മതിക്കുന്നില്ല. ബിലാൽ, നിങ്ങൾ എവിടേക്കാണ് പോകുന്നത്? ഇവിടെ തന്നെ നിൽക്കണം. നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഇവിടെ ആരാണ് ബാങ്ക് വിളിക്കുക? പ്രവാചകൻ്റെ കാലത്ത് ബാങ്ക് വിളിച്ചിരുന്നത് നിങ്ങളായിരുന്നില്ലേ? ബിലാൽ തങ്ങൾ വീണ്ടും പറയുന്നു, ഇല്ല, എവിടെ നോക്കിയാലും എനിക്കെൻ്റെ ഹബീബിൻ്റെ ഓർമ്മകൾ മാത്രമുള്ളൂ. അതുകൊണ്ട് ഒരു നിമിഷം പോലും ഞാനിനി ഇവിടെ നിൽക്കുന്നില്ല. അബൂബക്കർ തങ്ങൾ സമ്മതിക്കുന്നില്ല. വീണ്ടും അദ്ദേഹത്തോട് ഇവിടെ നിൽക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. ആ സമയത്ത് ബിലാൽ റളിയല്ലാഹു അൻഹു പറയുന്നൊരു വാക്യമുണ്ട്, അബൂബക്കർ, ഉമയ്യത്തിൻ്റെ ക്രൂരമായ ചാട്ടവാറടികൾ കൊണ്ട് മരുഭൂമിയിൽ എൻ്റെ എല്ലുപോലും പുറത്ത് കണ്ട് അത്രമേൽ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട് ഞാൻ ആ മരുഭൂമിയുടെ ഭാവങ്ങളിൽ കിടന്ന് പുളയുമ്പോൾ എന്നെ നിങ്ങൾ സ്വതന്ത്രമാക്കിയത് അള്ളാഹുവിന് വേണ്ടിയാണ് എന്നുണ്ടെങ്കിൽ എന്നെ നിങ്ങൾ പോകാൻ അനുവദിക്കണം. അല്ല, അത് നിങ്ങൾക്ക് വേണ്ടിയായിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണോ പറയുന്നത് അതുപോലെ ഞാൻ അനുസരിക്കാം. അത് കേട്ടതോടുകൂടെ അബൂബക്കർ നിങ്ങൾ നിന്ന് വിറക്കാൻ തുടങ്ങി. ഇല്ല, അന്ന് നിങ്ങളെ മോചിപ്പിച്ചത് അള്ളാഹുവിന് വേണ്ടി മാത്രമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. അങ്ങനെ ഹബീബിൻ്റെ ഓർമ്മകളുള്ള മദീനയിൽ ഇനി ബിലാൽ ഒരു നിമിഷം പോലും നിൽക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം സിറിയയിലേക്ക് നാട് വിട്ടുപോവുകയാണ്. ഇന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട അനുചരൻ ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ കഥയാണ്. പേഴ്സണലി എൻ്റെ ജീവിതത്തിൽ ഇത്രമേൽ എന്നെ വേദനിപ്പിച്ച, ഇത്രമേൽ എന്നെ സന്തോഷിപ്പിക്കുകയും ചെയ്ത മറ്റൊരു ചരിത്രം വേറെയില്ല. ഉമയ്യത്തിൻ്റെ ക്രൂരമായ ചാട്ടവാറടികൾ കൊണ്ടിരുന്ന ഒരു മനുഷ്യനെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ദീനിൻ്റെ ഏറ്റവും ഉന്നതമായ സ്ഥാനങ്ങളിൽ കൊണ്ടുപോയി പ്രതിഷ്ഠിക്കുന്ന മനോഹരമായ കാഴ്ചയുണ്ട് അവിടെ. നിറങ്ങൾക്കോ കുടുംബ മഹിമകൾക്കോ ഒന്നുമല്ല ഇവിടെ വിശ്വാസം ഒന്നുകൊണ്ട് മാത്രമാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും സ്ഥാനം അളക്കപ്പെടുന്നതെന്ന് പ്രവാചകൻ പറയുമ്പോൾ, ഇതുപോലെ അടിമകളെയും ഉടമകളെയും ഒരേ നിരയിൽ കൊണ്ടു നിർത്തുന്ന പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മനോഹരമായ അധ്യാപനം എന്ന് ബിലാൽ തങ്ങളുടെ കഥയാണ്. മക്കയെ ആക്രമിക്കാൻ വന്ന അബ്രഹത്തിൻ്റെ ആനപ്പടയുടെ കഥ എല്ലാവർക്കും സുപരിചിതമാണ്. യമനിലെ സൊൻഹായിൽ കുല്ലൈസ് എന്ന വലിയ ദേവാലയം പണിതുകൊണ്ട് അതിമനോഹരമായ ആ സൗധത്തെ അറേബ്യയിലെ ഏറ്റവും മനോഹരമായ, ഏറ്റവും തിരക്കുള്ള ഒരു ദേവാലയമാക്കി മാറ്റണമെന്നും ഒരു വലിയ വാണിജ്യ നഗരമാക്കി മാറ്റണം എന്നതുമായിരുന്നു അബ്രഹത്തിൻ്റെ വലിയ പദ്ധതി. അവരുടെ മുന്നിലുണ്ടായിരുന്ന ഒരേ ഒരു എതിരാളി അത് മക്കയിലെ സുന്ദരമായ കഅബയുമായിരുന്നു. അറബികൾ മുഴുവനും വർഷാവർഷം അവിടേക്ക് തീർത്ഥാടനത്തിന് വേണ്ടി വരികയും മക്ക അതീവ സമ്പന്നമായ പാരമ്പര്യമുള്ള കച്ചവട ബന്ധങ്ങളുള്ള തിരക്കുള്ള ഒരു പട്ടണമായി മാറുകയും ചെയ്തിരുന്നു. കുല്ലൈസ് എന്ന ദേവാലയം ഇവിടെ യമനിൽ പണിത് കഴിഞ്ഞപ്പോൾ ആളുകൾ മുഴുവനും ഇതുപോലെ ഈ കുല്ലൈസിലേക്കും കൊണ്ടുവരാൻ, തീർത്ഥാടനത്തിന് വേണ്ടി കൊണ്ടെത്തിക്കാൻ അബ്രഹത്ത് തന്നെ കൊണ്ടാവുന്നതെല്ലാം ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതെല്ലാം പരാജയപ്പെടുകയാണ്. തൻ്റെ മുന്നിലുണ്ടായിരുന്ന ഒരേ ഒരു വഴി ഇനി കഅബയെ തകർത്ത് കളയുക എന്നത് മാത്രമായിരുന്നു. അങ്ങനെയാണ് ആ വലിയ ആനപ്പടയുമായിട്ട് അബ്രഹത്ത് മക്കൾക്ക് നേരെ വരുന്നത്. കഅബ തകർക്കാൻ വേണ്ടി വരുമ്പോൾ അന്നത്തെ കാലത്ത് അബ്ദുൽ മുത്തലിബ് കഅബ സമീപത്ത് വന്ന് പ്രാർത്ഥിക്കുകയും അള്ളാഹു ആകാശത്ത് നിന്ന് പക്ഷികളെ പറഞ്ഞയച്ചുകൊണ്ട് അവരുടെ കയ്യിൽ നരകത്തിൽ നിന്നുള്ള ഓരോ തീക്കട്ടകൾ നൽകി ആ ആനപ്പടയെ മുഴുവൻ തകർത്ത് കളഞ്ഞ കഥയൊക്കെ നമുക്ക് വളരെ സുപരിചിതമായിട്ട് തന്നെ പരിചയമുണ്ട്. അന്ന് മക്കയിലേക്ക് വന്ന ആ ആനപ്പടയിലുണ്ടായിരുന്ന ഒരു സ്ത്രീ, ഹമാമ എന്നു പേരുള്ള ഒരു സ്ത്രീ, അവരെ പിന്നീട് യുദ്ധ തടവുകാരിയായിട്ട് പിടിക്കപ്പെടുകയാണ്. ഈ ആനക്കലഹം നടക്കുന്ന അതേ വർഷമാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിക്കുന്നത്. അങ്ങനെ അന്ന് യുദ്ധ തടവുകാരിയായി പിടിക്കപ്പെട്ട ഹമാമ പിന്നീട് ഈ മക്കയിൽ തന്നെയുള്ള മറ്റൊരു അടിമയെയാണ് വിവാഹം കഴിക്കുന്നത്. അവരുടെ പേര് റബാഹ് എന്നായിരുന്നു. അങ്ങനെ അവരുടെ ദാമ്പത്യത്തിൽ 10 വർഷങ്ങൾക്ക് ശേഷം അടിമയായി പിറന്ന അവരുടെ ആൺകുട്ടിയാണ് ബിലാൽ. അത്യാവശ്യത്തിന് ഉയരമുള്ള, കറുകറുത്ത നിറമുള്ള,
അങ്ങിങ്ങായി ചെറിയ താടികൾ നിൽക്കുന്ന, ഇടതൂർന്നിറങ്ങിയ വലിയ മുടികളുള്ള, വലിയ മൂക്കും ചുണ്ടുകളുമുള്ള ശരീരപ്രകൃതമായിരുന്നു ബിലാൽ. ഒറ്റനോട്ടത്തിൽ കണ്ടാൽ അക്കാലത്ത് ജാഹിലിയ കാലഘട്ടത്തിൽ നിറത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും ഒക്കെ പേരിൽ മനുഷ്യനെ രണ്ടായി തരംതിരിച്ചിരുന്ന ഒരു സാഹചര്യത്തിൽ ആളുകൾ മുഴുവനും ഇകഴ്ത്തിയിരുന്ന, ആളുകൾ മുഴുവനും ഒഴിവാക്കിയിരുന്ന കേവലം അടിമയായിരുന്ന ഒരു മനുഷ്യൻ. അക്കാലത്ത് പേർഷ്യയിൽ നിന്നും റോമിൽ നിന്നൊക്കെ വരുന്ന അടിമകൾക്ക് വലിയ വിലയായിരുന്നെങ്കിൽ ഇതുപോലെ അബിസീനിയയിൽ നിന്ന് വരുന്ന അടിമകൾക്ക് കാര്യമായ വിലയൊന്നുമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലും അവഗണിക്കപ്പെട്ടിരുന്ന ഒരു മനുഷ്യൻ. ജാഹിലിയ കാലഘട്ടത്തിൽ ഇബ്നു സൗദ, കറുത്ത പെണ്ണിൻ്റെ മകൻ എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് തന്നെ. അത്രമേൽ ക്രൂശിക്കപ്പെട്ടിരുന്ന ഒരു മനുഷ്യൻ. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൊടിയ ശത്രുവായിരുന്ന ഉമയ്യ ബിനു ഖലഫ് ആയിരുന്നു ഈ ബിലാൽ തങ്ങളുടെ ഉടമസ്ഥൻ. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പലതരത്തിലുള്ള ശത്രുക്കൾ ഉണ്ടായിരുന്നു. അവയിൽ ഏറ്റവും കൂടുതൽ പ്രവാചകനെ ഉപദ്രവിച്ചിരുന്ന, പ്രവാചകൻ നിസ്കരിച്ചുകൊണ്ടിരിക്കെ പ്രവാചകന്റെ കഴുത്തിൽ ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാലകൾ പോലും കൊണ്ടിട്ട അത്രയും ക്രൂരമായിട്ട് പ്രവാചകനെ പീഡിപ്പിച്ചിരുന്ന ഉമയ്യ ബിൻ ഖലഫിന്റെ അടിമയായിരുന്നു ഈ ബിലാൽ. ഒരു ദിവസം രാത്രിയിൽ ഈ ഉമയ്യത്ത് തൻ്റെ വീട്ടിൽ തൻ്റെ കൂട്ടുകാരോടൊപ്പം ഇരുന്നിട്ട് പ്രവാചകനെ പറ്റി ഇങ്ങനെ സംസാരിക്കുകയാണ്. അങ്ങനെയാണ് ആദ്യമായിട്ട് പ്രവാചകനെ പറ്റി ബിലാൽ റളിയല്ലാഹു അൻഹു കേൾക്കുന്നത്. പിന്നീട് പ്രവാചകനെ പറ്റി കൂടുതൽ പഠിക്കാൻ തുടങ്ങി. അങ്ങനെ നിറങ്ങൾക്കും വർണ്ണങ്ങൾക്കും ഒക്കെ അപ്പുറത്തേക്ക് ആളുകളെ അവരുടെ വിശ്വാസം കൊണ്ട് സ്വീകരിക്കുന്ന ഒരു മതമുണ്ടെന്നും അതിൻ്റെ പ്രവാചകനാണ് ഈ അൽ അമീൻ എന്ന് വിളിച്ചിരുന്ന മുഹമ്മദ് എന്നൊക്കെ ഈ ബിലാൽ തങ്ങൾ അറിയുകയാണ്. അങ്ങനെ ഒരു ദിവസം രാത്രി നഗ്നത മറക്കാൻ പോലും വസ്ത്രങ്ങളില്ലാത്ത ബിലാൽ കയ്യിൽ കിട്ടിയ ഒരു ചാക്ക് കൊണ്ട് തൻ്റെ നഗ്നത മറച്ചുകൊണ്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാതിലിൽ വന്നിട്ട് മുട്ടുന്നുണ്ട്. പ്രവാചകൻ വാതിൽ തുറന്നു നോക്കുമ്പോൾ പുറത്ത് ബിലാൽ, നബിയെ, എനിക്ക് ഇസ്ലാം സ്വീകരിക്കണം. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബിലാൽ തങ്ങളെ അത്രയധികം പ്രിയത്തോടുകൂടെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ബിലാൽ തങ്ങൾ പൊട്ടിക്കരയുന്നു, നബിയെ, എൻ്റെ ഉമ്മ എന്നെ പ്രസവിച്ച അന്നു മുതൽ ഒരു ശരീരവും എന്നെ ഇങ്ങനെ നെഞ്ചോട് ചേർത്തണച്ചിട്ടില്ല. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊടുക്കുന്നു. ഇസ്ലാമിൻ്റെ തീരത്തേക്ക് വളരെ സ്നേഹത്തോടെ ബിലാൽ തങ്ങളെ സ്വീകരിക്കുകയാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട മനുഷ്യനായിട്ട് പിന്നീട് ബിലാലും മാറുന്ന ചരിത്രമാണ് നമ്മൾ കാണുന്നത്. ഈ വാർത്ത യജമാനായിരുന്ന ഉമയ്യത്തിൻ്റെ കാതുകളിലേക്കും എത്തുന്നു. അങ്ങനെ ഒരു ദിവസം രാത്രിയിൽ ഉമയ്യത്ത് തൻ്റെ അടിമയായിരുന്ന ബിലാലിന് വേണ്ടിയിട്ട് വീട്ടിൽ കാത്തിരിക്കുകയാണ്. ഏറെ സമയം വൈകി പ്രവാചകൻ്റെ അടുത്ത് നിന്ന് വന്ന ബിലാലിനോട് ഉമയ്യത്ത് ചോദിക്കുന്നുണ്ട്, എന്താണ് ഞാൻ കേൾക്കുന്നത്? നീ ആ മുഹമ്മദിൻ്റെ മതം വിശ്വസിച്ചു വന്നോ? ബിലാൽ തങ്ങൾ ഒട്ടും സങ്കോചമില്ലാതെ, അദ്ദേഹത്തിന് വേണമെങ്കിൽ തൻ്റെ മതം അവിടെ മറച്ചു വെക്കാമായിരുന്നു, പക്ഷേ അതൊന്നുമില്ലാതെ അദ്ദേഹം ഒരു പേടിയുമില്ലാതെ ഉമയ്യത്തിനോട് പറയുന്നു, അതെ, ഞാൻ മുഹമ്മദിൻ്റെ മതത്തിൽ വിശ്വസിക്കുന്നു. ഉമയ്യത്ത് പറയുന്നുണ്ട്, ഞാനിവിടെ എൻ്റെ എല്ലാ വില കൊടുത്തും എൻ്റെ കുടുംബം സംരക്ഷിക്കാൻ വേണ്ടി, എൻ്റെ മതങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി ആ പ്രവാചകനെ എതിർത്തുകൊണ്ടിരിക്കുമ്പോൾ നീ അവൻ്റെ മതത്തിൽ വിശ്വസിച്ചിരിക്കുകയോ? എൻ്റെ എച്ചിൽ നിന്ന് വളരുന്ന നീ അതിന് മുതിരുകയോ? ഒരിക്കലും ഞാൻ സമ്മതിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ നിമിഷം മുതൽ ബിലാൽ തങ്ങൾക്കെതിരെയുള്ള അക്രമങ്ങൾ തുടങ്ങുകയാണ്. ബിലാൽ തങ്ങൾ പറയുന്നുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ എന്തും ചെയ്യാം, എന്നെ കൊന്നുകളയാം, പക്ഷേ എൻ്റെ ഹൃദയത്തിൽ നിന്ന് ആ വിശ്വാസത്തെ പറിച്ചു മാറ്റാൻ മാത്രം നിങ്ങൾക്കൊരിക്കലും സാധിക്കുകയില്ല എന്ന അവിടുത്തെ ഉദാത്തമായ ഈമാനിൻ്റെ ആ വിശ്വാസം അവിടെ അദ്ദേഹം മുറുകെ പിടിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. അന്നു മുതൽ ഉമയ്യത്തിൻ്റെ ക്രൂരമായ പ്രക്രിയകൾ, ക്രൂരമായ പീഡനങ്ങൾ ബിലാൽ തങ്ങൾക്കെതിരെ അദ്ദേഹം അഴിച്ചുവിടുകയാണ്. 3 തലത്തിലായിരുന്നു ആക്രമണങ്ങൾ. ഒന്ന്, വിവസ്ത്രനായി അദ്ദേഹത്തെ മരുഭൂമിയിൽ കൊണ്ടുപോയി കിടത്തുന്നു. ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ നൽകാതെ അദ്ദേഹത്തെ ചാട്ടവാറ് കൊണ്ട് ക്രൂരമായി പ്രഹരിക്കുന്ന, അത്രമേൽ കണ്ടു നിൽക്കുന്നവരുടെ ഉള്ളുലക്കുന്ന, കരളലിയിപ്പിക്കുന്ന കാഴ്ചകളായിരുന്നു അത്. അപ്പോഴൊക്കെയും ബിലാൽ തങ്ങൾ അഹദ് അഹദ് എന്നും മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. മറ്റൊന്ന്, അദ്ദേഹത്തിനെ ചുട്ടുപഴുത്ത പടയങ്കികൾ അദ്ദേഹത്തിൻ്റെ മേലിൽ അണിയിപ്പിക്കുകയാണ്. എന്നിട്ട് കയ്യിലും കാലിലും ഒക്കെ കയറ് കെട്ടിയിട്ട് മക്കയിലെ തമ്മാടികളായ ആളുകളുടെ കയ്യിൽ വെച്ച് കൊടുക്കും. മക്കയിൽ ആ തെരുവോരങ്ങളിലൂടെ അദ്ദേഹത്തെ വലിച്ചേച്ചു കൊണ്ടുപോകുന്നു. സ്വഹാബത്ത് പറയുമായിരുന്നു, തൊലി മുഴുവനും ശരീരത്തിൽ നിന്ന് അടർന്നു പോയി, എല്ലുകൾ പോലും പുറത്ത് കാണുന്ന തരത്തിലേക്ക് അദ്ദേഹത്തെ അത്രമേൽ ക്രൂരമായി ആ മനുഷ്യനെ പീഡിപ്പിക്കുന്നു. 3-മതായിട്ട് മരുഭൂമിയിൽ കൊണ്ടുപോയി കിടത്തുന്നു. ശരീരത്തിൽ കല്ലുകൾ ഇങ്ങനെ കയറ്റി കയറ്റി വെക്കുന്നു. എന്നിട്ട് പറയുന്നു, നീ ലാത്ത എന്ന് പറഞ്ഞാൽ മതി, ഉസ്സ എന്ന് പറഞ്ഞാൽ മതി, അവരുടെ ദൈവങ്ങളുടെ പേരൊന്ന് വിളിക്കുക മാത്രം ചെയ്താൽ മതി. പക്ഷേ ബിലാൽ തങ്ങൾ അതിനൊന്നും മുതിരുന്നില്ല. അപ്പോഴൊക്കെയും അഹദ് അഹദ് എന്ന അള്ളാഹുവിൻ്റെ ഏകനാമം മാത്രം ജപിച്ചുകൊണ്ട് അദ്ദേഹം ആ ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിൽ കിടന്ന് പൊളയുകയാണ്.
പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് വിശ്വസിച്ചിരുന്ന അടിമകളിൽ പലരും ഇതുപോലെയുള്ള ഒരുപാട് അക്രമങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. ആ വേളയിലൊക്കെയും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് ഓരോ അനുചരർ ഓടി വരും. നബിയെ, പീഡനങ്ങൾ സഹിക്കവയ്യാതെ വന്നപ്പോൾ ഞാൻ അവർ പറയുന്നത് പോലെ ലാത്ത ഉസ്സ എന്നൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊക്കെയും എൻ്റെ ഹൃദയം മുഴുവനും അള്ളാഹുവിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. ആ സമയത്ത് പ്രവാചകൻ ഒരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ സ്വീകരിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ അപ്പം പോലും ബിലാൽ റളിയല്ലാഹു അൻഹു അവിടുത്തെ നാവ് കൊണ്ട് പോലും ഒരിക്കൽ പോലും അവരുടെ ദൈവങ്ങളെ വിളിക്കാൻ തയ്യാറാവുന്നില്ല. തൻ്റെ ശരീരത്തിന് ഒരു വിലയും നൽകാതെ ഏകനായ അള്ളാഹുവിൽ ഉറച്ച വിശ്വാസം അവിടെയൊക്കെയും ഉയർത്തിപ്പിടിക്കുന്ന ബിലാൽ തങ്ങൾ ഒരു ദിവസം ഇതുപോലെ ഇങ്ങനെ ക്രൂരമായ അക്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മരുഭൂമിയിൽ കല്ലുകൾ വെക്കുന്നു, അതിൻ്റെ മുകളിൽ അദ്ദേഹത്തെ കിടത്തുന്നു, വീണ്ടും കല്ലുകൾ അട്ടിയായി വെക്കുന്നു. ചുട്ടുപഴുത്ത മരുഭൂമിയിൽ വിവസ്ത്രനായി കിടത്തിക്കൊണ്ട് ചാട്ടവാർ പ്രഹരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ഇങ്ങനെ ക്രൂരമായി പീഡിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് തൊട്ടടുത്തുകൂടെ അബൂബക്കർ റളിയല്ലാഹു അൻഹു നടന്നു പോകുന്നത്. ഉമ്മയത്തിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് ഈ മനുഷ്യനെ ഇങ്ങനെ ക്രൂരമായിട്ട് പീഡിപ്പിക്കുന്നത്? അള്ളാഹുവാണ് ഇലാഹ് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഒരു മനുഷ്യനെ ഇങ്ങനെയൊക്കെയാണോ നിങ്ങൾ ആക്രമിക്കുന്നത്? നിങ്ങൾ അദ്ദേഹത്തെ എനിക്ക് തരൂ, ഞാൻ അദ്ദേഹത്തെ വാങ്ങിക്കൊള്ളാം, എന്ത് വില നൽകിയും അതേ ഞാൻ സ്വീകരിക്കണം എന്ന് പറയുന്നു. അങ്ങനെ 7 ഊക്കി അഥവാ 250 ദിർഹമിന് അങ്ങനെ ആ അടിമ കച്ചവടം അവിടെ ഉറപ്പിക്കുകയാണ്. അബൂബക്കർ തങ്ങൾ ആ പൈസ കൊടുത്തിട്ട് ക്ഷീണിച്ച അവശനായി എല്ലും തോലുമായിട്ട് കിടക്കുന്ന, ശരീരം മുഴുവനും മുറിപ്പെട്ട് കിടക്കുന്ന ബിലാൽ തങ്ങളെ എടുത്തെടുത്ത് തോളിൽ വെച്ചിട്ട് തിരിച്ച് നടന്നു പോകുമ്പോൾ പിറകിൽ നിന്ന് യജമാനനായ ഉമയ്യത്ത് വിളിച്ചിട്ട് പറയുന്നു, 250 ദിർഹമൊന്നും വേണ്ട, നീ 1 ദിർഹമാണ് തരുന്നതെങ്കിൽ പോലും അവനെ ഞാൻ നിനക്ക് തരുമായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ തിരിഞ്ഞു നിന്നുകൊണ്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു മറുപടിയുണ്ട്, 1 ദിർഹമല്ല ഉമയ്യ, നീ അവന് ചോദിച്ചിരുന്നത് 100 ദീനാറാണ് എങ്കിൽ പോലും, 100 സ്വർണ്ണ നാണയമാണ് നീ അവന് പകരം ചോദിച്ചിരുന്നുവെങ്കിൽ അതുപോലും നൽകാൻ ഞാൻ തയ്യാറായിരുന്നു. നിനക്ക് ചിലപ്പോൾ 1 ദിർഹമിൻ്റെ വില മാത്രമായിരിക്കും അവനുള്ളത്, പക്ഷേ ഇസ്ലാമിൽ ബിലാലിൻ്റെ വില അത് മാത്രമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ സ്വതന്ത്രനാക്കുന്ന അബൂബക്കർ തങ്ങൾ. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഈ ബിലാൽ തങ്ങളെ നേരെ കൊണ്ടുവരുന്നത് പ്രവാചകൻ്റെ അടുത്തേക്കാണ്. പ്രവാചകൻ അദ്ദേഹത്തെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നു. അന്നു മുതൽ പ്രവാചകൻ്റെ കൂടെ ഒരു നിഴലായി സദാസമയം ബിലാൽ റളിയല്ലാഹു അൻഹുവിനെയാണ് നമ്മൾ കാണുന്നത്. എല്ലാവിധ സേവനങ്ങൾക്ക് വേണ്ടിയിട്ടും അവിടുത്തെ അറിവിൽ നിന്ന് ശേഖരിക്കാൻ വേണ്ടിയിട്ടും എപ്പോഴും പ്രവാചകൻ്റെ കൂടെ നിലകൊള്ളുന്ന ബിലാൽ തങ്ങളെ കാലം അങ്ങനെ കടന്നു പോകുന്നുണ്ട്. ഒരു ദിവസം ഈ വലീദും, മക്ക മുശ്രിക്കുകളായിരുന്ന വലീദും നേതൃത്വ സ്ഥാനങ്ങളിലുള്ള മറ്റാളുകളൊക്കെ പ്രവാചകൻ്റെ സംരക്ഷകനായിരുന്ന അബൂ ത്വാലിബിൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ട് പറയുന്നുണ്ട്, ഞങ്ങൾ മുഹമ്മദിൽ വിശ്വസിക്കാം, പ്രവാചകൻ്റെ കൂടെ ഇരുന്ന് സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാം, പക്ഷേ അവിടെയുള്ള മുഹമ്മദിൻ്റെ കൂടെയുള്ള അടിമകളായ ആ ബിലാലിനെയും സ്വാഹിബ് റൂമിയൊക്കെ എന്ത് ചെയ്യണം, ഞങ്ങൾ വരുമ്പോൾ അവിടെ നിന്ന് മാറ്റി നിർത്താൻ പറയണം. കാരണം മക്കയിലെ പ്രമുഖരായ ആളുകൾ ഞങ്ങളുടെ അടിമകളായ ബിലാലിൻ്റെയും സ്വാഹിബിൻ്റെയൊക്കെ കൂടെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊരു കുറച്ചിലാണ്. അതുകൊണ്ട് ഞങ്ങൾ വരുമ്പോൾ അവരോടൊന്ന് മാറിയിരിക്കാൻ പറഞ്ഞാൽ മതി, ഞങ്ങൾ വിശ്വസിച്ചു കൊള്ളാം എന്ന് പറയുമ്പോൾ പ്രമുഖരായ പല സ്വഹാബിമാർക്കും അത് വളരെ വലിയ കാര്യമായിട്ട് തോന്നി. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് പറയുന്നുണ്ട്, ഈ അടിമകളോട് കുറച്ചു നേരം ഇങ്ങോട്ട് മാറി നിൽക്കാൻ പറഞ്ഞാൽ പോരെ, മക്കയിലെ പ്രമുഖരായ പലരും ഇസ്ലാം വിശ്വസിക്കില്ലേ എന്നൊക്കെ പറഞ്ഞപ്പോൾ അള്ളാഹു ആകാശ ലോകത്ത് നിന്ന് ഇടപെടുകയാണ്. ജിബ്രീൽ ഉടനടി ഇറങ്ങി വരുന്നു. പ്രഭാത പ്രഘോഷങ്ങളിൽ അള്ളാഹുവിനെ സ്തുതിക്കുന്ന, അള്ളാഹുവിൻ്റെ ദിക്റിലായി കഴിയുന്ന ആ മനുഷ്യരെ നിങ്ങൾ അവഗണിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട്, അവരുടെ കൂടെ നിങ്ങൾ നിൽക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകനെ പഠിപ്പിക്കുകയാണ് അള്ളാഹു. ഉടനടി പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോടുകൂടെ ചെന്നിരിക്കുകയാണ്. അവഗണിക്കപ്പെടുന്ന, ആരാലും പരിഗണിക്കപ്പെടാതെ പോകുന്ന മനുഷ്യരെ അള്ളാഹു നേരിട്ട് കൊണ്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അധ്യാപനം നടത്തുകയും അവരെ പരിഗണിക്കാൻ വേണ്ടി പറയുകയും ചെയ്യുന്നിടത്തെല്ലാം ബിലാൽ തങ്ങളുടെ ചരിത്രമാണ് നമ്മൾ വായിക്കുന്നത്. അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിൻ്റെ മനോഹരമായൊരു ചരിത്രം ബിലാൽ തങ്ങളുടെ കഥയിൽ നമ്മൾ കാണുന്നുണ്ട്. അബൂദർ അൽ ഗിഫാരി എന്ന് പറഞ്ഞാൽ ലിഫാർ ഗോത്രത്തിൻ്റെ തലവനാണ്, സമ്പന്നനായ സ്വഹാബി. ആദ്യകാലത്തെ ഇസ്ലാമിലേക്ക് വന്ന സ്വഹാബിയായിരുന്നു, പ്രവാചകൻ്റെ പ്രിയപ്പെട്ട മനുഷ്യൻ. ഒരിക്കൽ ബിലാൽ തങ്ങളുമായിട്ട് എന്തോ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ അറിയാതെ വിളിച്ചുപോയി, യബ്ന സൗദ, ഓ കറുത്ത പെണ്ണിൻ്റെ മോനെ. ബിലാൽ തങ്ങളെ ജാഹിലിയ കാലഘട്ടത്തിൽ വിളിച്ചിരുന്ന ഒരു പേരായിരുന്നു അത്. അവർ തമ്മിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ അറിയാതെ വിളിച്ചു പോയതാ. ബിലാൽ തങ്ങൾക്ക് അത് ഭയങ്കര വിഷമായി. ഈ നിറത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും ഒക്കെ പേരിൽ മാറ്റി നിർത്തലുകളൊക്കെ സഹിക്കവയ്യാതെയാണ് ഈ മതത്തിലേക്ക് വന്നത്. ഇവിടെ വന്നപ്പോൾ ഇവിടെയും ഇതാണോ അവസ്ഥ? പ്രവാചകൻ്റെ അടുത്തേക്ക് പോയി പരാതി പറയുന്നു. പ്രവാചകൻ അബൂദറിനെ വിളിച്ചുകൊണ്ടുവരാൻ പറയുന്നു. യാ അബൂദർ, ഇപ്പോഴും ആ ജാഹിലിയത്തിൻ്റെ കറുകറുത്ത സ്വഭാവം നിങ്ങളുടെ മനസ്സിലുണ്ടോ? അതൊന്നും ശുദ്ധീകരിക്കാൻ സമയമായില്ലേ? പ്രവാചകൻ്റെ ഒരേ ഒരു ചോദ്യമാണ്. അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു തകർന്നു പോകുന്നു. എന്താണ് കേൾക്കേണ്ടി വന്നത്? തൻ്റെ പ്രിയപ്പെട്ട പ്രവാചകനിൽ നിന്ന് അത്രയും വലിയ ശകാര വാക്കുകൾ പ്രവാചകൻ്റെ അടുത്ത് നിന്ന് കേൾക്കുകയാണ്.
അടുത്ത ദിവസം ബിലാൽ തങ്ങൾ സുബഹിക്ക് പള്ളിക്ക് പോകാൻ വേണ്ടി തൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. വാതിൽ തുറന്നിറങ്ങിയപ്പോൾ അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു പച്ച മണ്ണിൽ ആ വാതിലിൻ്റെ മുന്നിൽ കിടക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. എന്താണ് നേതാവ് നിങ്ങൾ ഇവിടെ കിടക്കുന്നത് എന്ന് ചോദിക്കുന്ന ബിലാൽ തങ്ങൾ അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു പറയുന്നു, ഇന്നലെ നിങ്ങളെ അങ്ങനെയൊക്കെ വിളിച്ചുപോയി, അറിയാതെ പറഞ്ഞു പോയതാണ്. അതുകൊണ്ട് നിങ്ങൾ ഇന്ന് എൻ്റെ മുഖത്ത് ചവിട്ടിയിട്ട് വേണം ഈ വഴിയിലൂടെ കടന്നു പോകാൻ. നിങ്ങൾ എൻ്റെ മുഖത്ത് ചവിട്ടിയിട്ട് എൻ്റെ ജാഹിലിയത്തിൻ്റെ ആ കറുകുറത്ത സ്വഭാവം മുഴുവനും എൻ്റെ മനസ്സിൽ നിന്ന് നിങ്ങൾ ശുദ്ധമാക്കി തരണമെന്ന് പറയുന്നു. ബിലാൽ നിങ്ങൾ പറയുന്നുണ്ട്, അതൊക്കെ ഇന്നലെയോ ഞാൻ പൊരുത്തപ്പെട്ട് തന്നല്ലോ, നിങ്ങൾ എഴുന്നേൽക്കണം. എത്ര നിർബന്ധിപ്പിച്ചിട്ടും അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു എഴുന്നേൽക്കുന്നില്ല. അവസാനം ചവിട്ടി എന്ന് പറയാൻ വേണ്ടി മാത്രം അദ്ദേഹത്തിൻ്റെ മുഖത്ത് കാലൊന്ന് സ്പർശിച്ചുകൊണ്ട് അവരെ എഴുന്നേൽപ്പിച്ച് നിർത്തുന്ന ബിലാൽ തങ്ങൾ, ശേഷം അവരെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന അത്രയും പ്രിയപ്പെട്ട മനുഷ്യരെ ബിലാൽ തങ്ങളെയും അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹുവിനെയൊക്കെ സൃഷ്ടിക്കുകയാണ് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്ത ഏറ്റവും വലിയ വെല്ലുവിളി. കാലങ്ങൾ അങ്ങനെ കടന്നു പോകുന്നു. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുത്തെ അനുചരരും മക്കയിലെ കൊടിയ പീഡനങ്ങൾ സഹിക്കവയ്യാതെ മദീനയിലേക്ക് പലായനം ചെയ്യുന്ന വേളയാണ്. ഹിജ്റ കഴിഞ്ഞ് എല്ലാവരും മദീനയിലെത്തിയിരിക്കുന്ന സമയം. മദീനയിലെ കാലാവസ്ഥ എന്നാൽ മക്കയിലെ പോലെ അത്ര ശുദ്ധമല്ല. സ്വഹാബിമാർക്ക് ആർക്കും അത് പിടിക്കുന്നില്ല. കാര്യമായിട്ട് എല്ലാവരും അസുഖബാധിതരായിട്ട് കിടക്കുന്ന വേളയാണ്. പൊതുവെ മദീനയിൽ നിന്നാണ് ഈ അബൂ ത്വാലിബും അതുപോലെ പ്രവാചകൻ്റെ പിതാവ് ഇവരൊക്കെ അസുഖം പിടിപെട്ടുകൊണ്ട്, ഹാഷിം പ്രവാചകൻ്റെ പിതാവായിരുന്ന അബ്ദുള്ള, അവരൊക്കെ അസുഖം പിടിപെട്ടുകൊണ്ട് മരിക്കുന്നത് ഈ മദീനയിലെ കാലാവസ്ഥ പിടിക്കാതെയാണ്. പ്രവാചകനും അവിടുത്തെ ഉമ്മയും മദീനയിലേക്ക് പ്രവാചകൻ്റെ ഉപ്പയുടെ ഖബർ കാണാൻ പോയി തിരിച്ചു വരുന്ന വേളയിൽ അബവായിൽ വെച്ചുകൊണ്ട് നബിയുടെ ഉമ്മയൊക്കെ വഫാത്താകുന്നുണ്ട്. മദീനയിലെ കാലാവസ്ഥ അത്ര ശുദ്ധമായിരുന്നില്ല. അവിടുത്തെ വേസ്റ്റ് മാനേജ്മെൻറ്റ്, അങ്ങനെ ഒരുപാട് കാരണങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട്. പക്ഷെ മക്ക എന്നുള്ളത് വളരെ ഈന്തപ്പനകൾ തിങ്ങി നിറങ്ങിയ അത്രയും സുന്ദരമായ പ്രകൃതി നിലനിൽക്കുന്ന ഒരു നാടായിരുന്നു. അതുകൊണ്ട് ബിലാൽ തങ്ങളൊക്കെ പനി പിടിച്ചിട്ട് കിടക്കുകയാണ് മദീനയിലെത്തിയിട്ട്. ആയിഷ ബീവി ബിലാൽ തങ്ങളെ കാണാൻ ചെല്ലുന്നുണ്ട്. അന്ന് ഇതുപോലെ അന്യ സ്ത്രീ പുരുഷന്മാരെ കാണാൻ പറ്റാത്ത ഹിജാബിൻ്റെ ആയത്തൊക്കെ ഇറങ്ങാത്തതിന് മുമ്പാണ്. ആയിഷ ബീവി ബിലാൽ തങ്ങളെ കാണാൻ ചെല്ലുന്നു. ആ സമയത്ത് ബിലാൽ തങ്ങൾ ഇങ്ങനെ അബോധാവസ്ഥയിൽ കിടന്നുകൊണ്ട് കവിത ചെല്ലുകയാണ്. ഇനി എനിക്കെന്നാണ് എൻ്റെ മക്കയിൽ രാപ്പാർക്കാനാവുക? ആ നാടിൻ്റെ മനോഹാരിതൊക്കെ കവിതയിൽ ഇങ്ങനെ ബന്ധിപ്പിച്ചുകൊണ്ട് അത്രയും മാനസികമായ സമ്മർദ്ദം മൂലം ബിലാൽ തങ്ങൾ ഇങ്ങനെ കവിത പാടിക്കൊണ്ടിരിക്കുകയാണ്. ആയിഷ ബീവി വളരെ വേദനയോടെ ഈ കാഴ്ചകൾ മുഴുവനും പ്രവാചകൻ്റെ അടുത്തേക്ക് ചെന്ന് പറയുന്നു, നബിയെ, സ്വഹാബത്ത് പലരും രോഗബാധിതരായിട്ട് കിടക്കുകയാണ്. ബിലാൽ തങ്ങളുടെ കവിതയൊക്കെ പ്രവാചകൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഉടനെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൈ ഉയർത്തിയിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്, റബ്ബേ, മദീനയെ നീ അത്രമേൽ ശുദ്ധമാക്കണം, മക്കയേക്കാൾ അവർക്കത് പ്രിയങ്കരമാക്കി മാറ്റണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് പ്രവാചകൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇന്നും മദീനയിൽ പോയ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും പ്രിയപ്പെട്ട നഗരമായിട്ട് മാറുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ പോകാനുള്ള ഭാഗ്യം നമുക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ. മക്കയിൽ പോയി തിരിച്ച് മദീനയിലേക്ക് വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം മദീന അവരുടെ പ്രിയപ്പെട്ട ഇടമായിട്ട് മാറുന്നത് അത് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ പ്രാർത്ഥന ഒന്നുകൊണ്ട് മാത്രമാണ്. മാത്രമല്ല സുന്ദരമായ കാലാവസ്ഥയൊക്കെ ആയിട്ട് അത് മാറുന്നതൊക്കെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ പ്രാർത്ഥന ഒന്നുകൊണ്ട് മാത്രമാണ്. പ്രവാചകനെ ആ പ്രാർത്ഥിക്കാൻ പ്രേരിപ്പിക്കുന്നത് ബിലാൽ തങ്ങളുടെ ഈ മനോഹരമായ കവിതയായിരുന്നു എന്ന് നമ്മളവിടെ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. കാലങ്ങളങ്ങനെ കഴിഞ്ഞുപോയി. നിസ്കാര സമയങ്ങൾ ആളുകളെ അറിയിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം, അതിൻ്റെ ചർച്ചകളിലാണ് സ്വഹാബത്തും പ്രവാചകരും ഒക്കെ. ആ സമയത്ത് കുറച്ചാളുകൾ പറഞ്ഞു, നമുക്ക് ക്രിസ്ത്യാനികളെ പോലെ എന്ത് ചെയ്യാം, മണിയടിക്കുക ചെയ്യാം. കുറച്ചാളുകൾ പറഞ്ഞു, നമുക്ക് ജൂതന്മാരെ പോലെ കുഴലൂതാം. അങ്ങനെ പല അഭിപ്രായങ്ങളും അവിടെ നിന്ന് വരുന്നുണ്ട്. അങ്ങനെ ആ ദിവസത്തെ മീറ്റിംഗ് ഒരു തീരുമാനത്തിലും എത്താതെ എല്ലാവരും പിരിഞ്ഞു പോവുകയാണ്. ശേഷം അന്ന് രാത്രി ഉറങ്ങിക്കിടക്കുമ്പോൾ അബ്ദുല്ലാഹ് ഇബ്നു സെയ്ദ് എന്ന സ്വഹാബിക്ക് സ്വപ്നത്തിൽ പച്ച വസ്ത്രങ്ങൾ അണിഞ്ഞ ഒരു മാലാഖ് വരികയും ബാങ്കിൻ്റെ ലഫ്ലുകൾ അദ്ദേഹത്തെ പഠിപ്പിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അടുത്ത ദിവസം പ്രഭാതത്തിൽ തന്നെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് ഓടി വരികയാണ് ഈ സ്വഹാബി, കഴിഞ്ഞ ദിവസം കണ്ട ഈ സ്വപ്നത്തിൻ്റെ കാര്യങ്ങൾ മുഴുവൻ പറയാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹുവും കഴിഞ്ഞ ദിവസം രാത്രി ഇതേ സ്വപ്നം കണ്ടുകൊണ്ട് പ്രവാചകൻ്റെ അടുത്തേക്ക് ഇത് പറയാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുകയാണ്. അവർ രണ്ടുപേരും അവർ കഴിഞ്ഞ രാത്രി കണ്ട സ്വപ്നങ്ങൾ മുഴുവനും പ്രവാചകനോട് പറയുന്നു. ഉടനടി പ്രവാചകൻ വിളിക്കുകയാണ്, എവിടെ ബിലാൽ, എവിടെയാണ് എൻ്റെ പ്രിയപ്പെട്ട ബിലാൽ? അങ്ങനെ ബിലാൽ തങ്ങളെ വിളിച്ചു കൊണ്ടുവരാൻ പറയുന്നു. അങ്ങനെ ആദ്യമായിട്ട്
ഇസ്ലാമിക ലോകത്ത് ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് ബാങ്ക് വിളിക്കുന്നത് ഈ ബിലാൽ റളിയല്ലാഹു അൻഹു ആണ്. സയ്യിദുൽ മുഅദ്ദിനീങ്ങളുടെ നേതാവായി നാളെ അന്ത്യനാളിൽ പ്രത്യക്ഷപ്പെടുന്നത് ഇതേ ബിലാൽ റളിയല്ലാഹു അൻഹു ആണ്. എന്തുകൊണ്ട് ബിലാൽ തങ്ങളെ നിയമിച്ചു എന്നതിൻ്റെ പിന്നിൽ പല കാരണങ്ങൾ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഒന്ന്, അദ്ദേഹത്തിൻ്റെ ശബ്ദമാധുര്യമായിരുന്നു. വളരെ ഉയർന്ന സ്വരത്തിൽ അദ്ദേഹത്തിന് ബാങ്ക് വിളിക്കാനാകുമായിരുന്നു. അതുകൊണ്ട് തന്നെ വിദൂര ദിക്കുകളിൽ പാർക്കുന്ന ആളുകൾക്കൊക്കെ അത് കേട്ടിട്ട് നിസ്കരിക്കാൻ വേണ്ടി എത്തിച്ചേരാനാകും. മറ്റൊരു മനോഹരമായ കാരണം, ഉമയ്യത്തിൻ്റെ ക്രൂരമായ ചാട്ടവാറടികളേറ്റ് മരുഭൂമിയിൽ പുളഞ്ഞിരിക്കുന്ന ബിലാൽ തങ്ങൾ ആ സമയം അത്രയും വിളിച്ചിരുന്നത് അഹദ് അഹദ് എന്ന ഒറ്റ നാമമായിരുന്നു. അത്രത്തോളം വേദനയിൽ കിടക്കുമ്പോൾ പോലും അള്ളാഹുവിനെ ഓർമ്മിച്ചിരുന്ന ബിലാൽ തങ്ങൾ തന്നെയാവട്ടെ മുസ്ലിമീങ്ങൾ 5 വക്തും അള്ളാഹുവിൻ്റെ സ്മരണയിലേക്ക് വിളിച്ചുണർത്താനെന്ന് പ്രവാചകൻ കാണിക്കുന്ന ആന്തരികമായ ഒരു മനോഹരമായ ഒരു പാഠവും പണ്ഡിതന്മാരവിടെ തുന്നി ചേർക്കുന്നുണ്ട്. അങ്ങനെ 10 വർഷക്കാലം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്ത് വരെ പ്രവാചകൻ്റെ പ്രിയപ്പെട്ട മുഅദ്ദിനായിട്ട് അങ്ങനെ മദീനയിൽ ബിലാൽ തങ്ങളാണ് നിലനിൽക്കുന്നത്. ബിലാൽ തങ്ങൾ ഇല്ലാത്ത അവസരങ്ങളിൽ മാത്രം അന്ധനായിരുന്ന അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂം ചില വക്തുകളിൽ മാത്രം ബാങ്ക് വിളിച്ചിരുന്നു. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിലേക്ക് ബാങ്കിൻ്റെ സമയമായാൽ ആദ്യം ബിലാൽ തങ്ങൾ വരികയും നബിയെ അവരോട് സമ്മതം ചോദിക്കുകയും നബിയുടെ സമ്മതം കിട്ടിയതിന് ശേഷം പിന്നീട് ബാങ്ക് വിളിക്കുകയും ചെയ്യുകയാണ്. ഇങ്ങനെ ദിവസവും 5 തവണ പ്രവാചകനെ കാണാനുള്ള മഹാഭാഗ്യവും ഇതുവഴി ബിലാൽ തങ്ങൾക്ക് വന്നു ചേരുന്നുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒക്കെ പ്രിയപ്പെട്ട മനുഷ്യനായിരുന്നു ബിലാൽ. സയ്യിദ് എന്നായിരുന്നു അദ്ദേഹത്തെ വിളിച്ചിരുന്നത് പോലും. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ പേരക്കുട്ടിക്ക് ഉമർ റളിയല്ലാഹു അൻഹു പേരിടുന്നത് ഇതേ ബിലാൽ എന്ന് തന്നെയാണ്. കാലങ്ങൾ അങ്ങനെ കഴിഞ്ഞു പോകുന്നു. മദീനയിലെത്തി ആദ്യ യുദ്ധത്തിൻ്റെ വിളിയാളങ്ങൾ അവരെ തേടിയെത്തുകയാണ്. ബദർ യുദ്ധത്തിൻ്റെ വിളി വരുന്നു. ബദർ യുദ്ധത്തെ സംബന്ധിച്ചിടത്തോളം തങ്ങളെ അത്രമേൽ ക്രൂരമായി പീഡിപ്പിച്ചിരുന്ന എല്ലാ ഉടമകളും തങ്ങൾക്കെതിരെ ശത്രുപക്ഷത്ത് അണിനിരുന്ന യുദ്ധമാണത്. വെറും 313 ആളുകൾ 1000-ലേറെ വരുന്ന ശത്രു സൈന്യത്തോട് പ്രതികാരദാഹവുമായിട്ട് വരുന്ന വേള. യുദ്ധമെല്ലാം അവസാനിച്ചുകൊണ്ട് തൻ്റെ ക്രൂരനായ തന്നെ പീഡിപ്പിച്ചിരുന്ന യജമാനനായ ഉമയ്യത്തിന് ബിലാൽ തങ്ങൾ സദായുധത്തിലുടനീളം വീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ യുദ്ധം അവസാനിച്ച് അദ്ദേഹത്തിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടിട്ടില്ല. അദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും യുദ്ധ തടവുകാരനായി തന്നെ പിടിക്കപ്പെടണം എന്നതായിരുന്നു ആഗ്രഹം. എങ്കിൽ ജീവൻ നഷ്ടപ്പെടാതെ യുദ്ധ തടവുകാരനായി പിടിക്കപ്പെടാം എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്വപ്നം. ആ ഉമയ്യത്ത് യുദ്ധത്തിലുടനീളം തന്നെ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരാളെ നോക്കുന്നുണ്ട്. അദ്ദേഹം അങ്ങനെ വേദനയോടെ കഴിയുന്ന വേളയാണത്, ഉമയ്യത്ത് യുദ്ധവേളയിൽ. അങ്ങനെയാണ് തൻ്റെ ജാഹിലിയ കാലത്ത് തൻ്റെ പ്രിയപ്പെട്ടവനായിരുന്ന അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിനെ അദ്ദേഹം കാണുന്നത്. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു യുദ്ധശേഷം ഗനീമത്ത് മുതലുകളൊക്കെ ഒരുമിച്ച് കൂട്ടുന്ന വേളയാണ്. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് ഉമയ്യത്ത് പറയുന്നു, നിങ്ങൾ എന്നെ യുദ്ധ തടവുകാരനായിട്ട് പിടിക്കണം. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതെല്ലാം ഞാൻ തരാം, എല്ലാവിധ സഹായങ്ങളും ചെയ്യാം. അങ്ങനെ യുദ്ധം അവസാനിച്ച സമയമായതുകൊണ്ട് തന്നെ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു, ഈ ഉമയ്യത്തിനെ യുദ്ധ തടവുകാരനായിട്ട് പിടിച്ചിട്ട് നബിയുടെ അടുത്തേക്ക് കൊണ്ടുപോവുകയാണ്. ആ സമയത്താണ് ഒരാൾ മാത്രം ഈ കാഴ്ച കാണുന്നു. ബിലാൽ റളിയല്ലാഹു അൻഹു ഉമയ്യത്തിൻ്റെ മുന്നിലേക്ക് ചാടി വീഴുന്നു. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട്, കാഫിരീങ്ങളുടെ നേതാവായ പ്രവാചകനെ അത്രമേൽ പീഡിപ്പിച്ച ഈ ഉമയ്യത്തിനെ ഇവിടെ നിന്ന് ജീവനോടെ കൊണ്ടുപോകാൻ ഞാൻ അനുവദിക്കുകയില്ല. എന്നെ കൊന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഉമയ്യത്തിനെയും കൊണ്ടുപോകാം. ബിലാൽ തങ്ങൾ സമ്മതിക്കുന്നില്ല. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു ഒരുപാട് അദ്ദേഹത്തോട് പറഞ്ഞു നോക്കുന്നു, പക്ഷെ സമ്മതിക്കുന്നില്ല. അവസാനം അവിടെ തടിച്ചുകൂടിയെന്ന അൻസാറുകളോട് ബിലാൽ തങ്ങൾ പറയുന്നുണ്ട്, ഇതാണ് ഉമയ്യത്ത്. അവർ ഈ മക്കയിൽ നിന്നുള്ള ക്രൂരമായ അവരുടെ പീഡന താണ്ഡവങ്ങളുടെ കഥകൾ മാത്രമാണ് കേൾക്കുന്നത്. അങ്ങനെ അൻസാറുകളെല്ലാം വളരെ രോഷത്തോടു കൂടെ അവിടെ തടിച്ചുകൂടുകയും ബിലാൽ തങ്ങൾ അവിടുത്തെ വാളുകൊണ്ട് തന്നെ ഉമയ്യത്തിനെ ബദറിൻ്റെ രണാങ്കണത്തിൽ വെച്ചുകൊണ്ട് കൊലപ്പെടുത്തുന്ന മനോഹരമായ കാഴ്ച, കാവ്യനീതി അവിടെ സംഭവിക്കുകയാണ്. തന്നെ അത്രമേൽ ക്രൂരമായി പീഡിപ്പിച്ചിരുന്ന ആ നേതാവിനെ, തൻ്റെ യജമാനനെ ബിലാൽ തങ്ങൾ തന്നെ ബദറിൻ്റെ രണാങ്കണത്തിൽ വെച്ചുകൊണ്ട് കൊലപ്പെടുത്തുകയാണ്. അന്ന് ഉമയ്യത്ത് അവിടെ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടുകൊണ്ട് കിടക്കുകയാണ്. അവസരത്തിൽ ശത്രുക്കളുടെ മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ വേണ്ടിയിട്ട് സ്വഹാബത്ത് എല്ലാവരും ഒരുമിച്ച് കൂടിയപ്പോൾ ഈ ഉമയ്യത്തിൻ്റെ ശരീരം മാത്രം ആ മരുഭൂമിയിൽ നിന്ന്, ആ കല്ലുകളിൽ നിന്ന് ഉയർത്താനാവുന്നില്ല. അദ്ദേഹം അവിടെ കല്ലുകളോട് ഒട്ടിപ്പിടിച്ച് അദ്ദേഹത്തിൻ്റെ തൊലി കിടക്കുകയാണ്. സ്വഹാബത്ത് എല്ലാവരും പരിശ്രമിച്ച് നോക്കിയിട്ടും അദ്ദേഹത്തെ അവിടെ നിന്ന് ഉയർത്താനാവുന്നില്ല. അങ്ങനെ അവസാനം കല്ലുകൾ വെച്ചുകൊണ്ട് തന്നെ ഉമയ്യത്തിൻ്റെ ശരീരം മൂടുകയാണ്. കമാത്ത ദീനുത്തുദാൻ, എങ്ങനെയാണോ ബിലാൽ തങ്ങളെ ക്രൂരമായിട്ട് ആ മനുഷ്യൻ പീഡിപ്പിച്ചിരുന്നത്, മരുഭൂമിയിൽ കല്ലുകൾക്ക് മേൽ കയറ്റി വെച്ചുകൊണ്ട് മുകളിൽ വീണ്ടും കല്ലുകൾ വെച്ചുകൊണ്ട് ക്രൂരമായി പീഡിപ്പിച്ചിരുന്ന അതേ അവസ്ഥയിൽ
ഈ ഉമയ്യത്തിനെ കബറടക്കുന്ന മരുഭൂമിയിൽ കല്ലുകൾ അട്ടിവെച്ചുകൊണ്ട് അദ്ദേഹത്തെ അവസാന നിമിഷങ്ങളിൽ കബറടക്കുന്ന കാഴ്ചയാണ് ചരിത്രം നമ്മോട് വിളിച്ചോതുന്നത്. കാലങ്ങൾ അങ്ങനെ കഴിഞ്ഞു പോകുന്നുണ്ട്. അത്രയും കാലം പ്രവാചകൻ്റെ കൂടെ തന്നെ സഹവസിക്കുന്ന ബിലാൽ തങ്ങളെ പിന്നീട് ഫത്ഹ് മക്കയുടെ വേളയിലാണ് ബിലാൽ തങ്ങളുടെ ഏറ്റവും മനോഹരമായ ചരിത്രത്തിലെ ഏറ്റവും വലിയ കാവ്യനീതി സംഭവിക്കുന്നത്. അത് ഫത്ഹ് മക്കയുടെ വേളയിലാണ്. പണ്ഡിതന്മാർ പറയാറുണ്ട്, ബദർ അത് ഹംസയുടെ ദിനമായിരുന്നു, ഉഹദ് ത്വൽഹാ റളിയല്ലാഹു അൻഹുവിൻ്റെയും, ഖന്തക് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിൻ്റെ ദിനമാണെങ്കിൽ ഫത്ഹ് മക്ക അത് ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ ദിവസമായിരുന്നു. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിലേക്ക് എത്തുകയും അവിടെ ഉണ്ടായിരുന്ന വിശ്വാസികളായ ആളുകൾക്ക് മുഴുവനും പുറത്തു കൊടുക്കുകയും അത്രയും കാലം തങ്ങളെ ക്രൂരമായി പീഡിപ്പിച്ചിരുന്ന, പട്ടിണിക്കിട്ടിരുന്ന, ആട്ടിയോടിച്ചിരുന്ന അതേ മനുഷ്യരുടെ മുന്നിലേക്ക് സർവ്വവിധ അധികാരങ്ങളോടുകൂടെ മുസ്ലിം സൈന്യം തിരിച്ചു വരികയാണ്. അവിടെ തടിച്ചുകൂടിയിരുന്ന ആളുകൾക്ക് എല്ലാവർക്കും പുറത്തു കൊടുക്കുന്ന പ്രവാചകൻ. ശേഷം ബിലാൽ തങ്ങളും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും കഅബയിലേക്ക് കയറിക്കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാ ബിംബങ്ങളെയും അവിടെ നിന്ന് പുറത്തിറക്കുകയാണ്. ശേഷം ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കഅബക്ക് മുകളിൽ കയറിയിട്ട് ആദ്യമായിട്ട് ബാങ്ക് വിളിക്കാൻ പറയുന്നു. ചരിത്രത്തിൻ്റെ ദിഗന്ധങ്ങളിൽ മുഴങ്ങുന്ന വിധം ബിലാൽ റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് ബാങ്ക് വിളിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക. അതേ മക്കയുടെ തെരുവോരങ്ങളിലൂടെ ശരീരത്തിൽ മുഴുവനും ചുട്ടുപഴുത്ത പടയങ്കികൾ അണിയിച്ചുകൊണ്ട് കൈക്കാലുകൾ ബന്ധസ്ഥനാക്കി വലിച്ചയച്ചിരുന്ന അതേ മനുഷ്യനെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഅബയുടെ മുകളിൽ കയറി ബാങ്ക് വിളിക്കാൻ പറയുന്ന, ഇസ്ലാമിൻ്റെ സ്വരശബ്ദങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉച്ചത്തിൽ ശബ്ദം നൽകാൻ പറയുന്ന തരത്തിലേക്ക് ബിലാൽ തങ്ങളെ പ്രവാചകൻ ഉയർത്തി വെക്കുകയാണ്. മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകളൊക്കെ അത് കണ്ടിട്ട് അത്ഭുതപ്പെട്ടു പോവുകയാണ്. യാ വൈലത്ത, എന്തൊരു നാശം പിടിച്ച ദിവസമാണെന്ന്, ഞങ്ങളുടെ പിതാക്കളൊക്കെ ഇത് കാണാതെ മരിച്ചു പോയത് നന്നായി. ആ ബിലാൽ ഇബ്നു റബാ ആണോ കഅബയുടെ മുകളിൽ കയറിയിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോഴും അവരുടെ നിറവർണ്ണങ്ങളുടെ മേലിലുള്ള അവരുടെ അഭിജാദ്യങ്ങൾ അപ്പുറത്തിടുമ്പോൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കറുകറുത്ത ബിലാലിനെയും വെളുത്ത സൽമാനുൽ ഫാരിസിയെയും ഒരുപോലെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന മനോഹരമായ ഇസ്ലാമിൻ്റെ ആദർശം അവിടെയൊക്കെയും ഉയർത്തിപ്പിടിക്കുന്ന പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മൾ കാണുന്നു. സ്വർഗത്തിലേക്ക് ഞാൻ ചെന്നപ്പോൾ അവിടെ ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലിൻ്റെ ചെരുപ്പടി ശബ്ദം ഞാൻ കേട്ടു എന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം വഹി മുഖേന ഈ ബിലാൽ തങ്ങളോട് പറയുന്നുണ്ട്. ആ സമയത്ത് ബിലാൽ റളിയല്ലാഹു അൻഹു ചെയ്ത എന്തോ ഒരു നല്ല കാര്യമാണ് ബിലാൽ തങ്ങളെ ആ സ്വർഗത്തിലേക്ക് നയിച്ചത് എന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. ഇതിനർത്ഥം ബിലാൽ റളിയല്ലാഹു അൻഹു ആദ്യമായിട്ട് സ്വർഗത്തിൽ പ്രവേശിക്കുമെന്നൊന്നുമല്ല. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ ബിലാൽ തങ്ങൾ പറയുന്നുണ്ട്, ഞാൻ എപ്പോഴും വുളു എടുത്തു കഴിഞ്ഞാൽ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുമായിരുന്നു, അതാവണം എന്നെ ആ സ്വർഗത്തിലേക്ക് നയിച്ചത് എന്ന് നമ്മോട് കൂടെ ബിലാൽ തങ്ങൾ നല്ലൊരു സ്വഭാവം അവിടെ പങ്കുവെക്കുകയാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിൻ്റെ വേളയിൽ പ്രവാചകൻ ഇങ്ങനെ രോഗബാധിതനായിട്ട് കിടക്കുകയാണ്. സ്വഹാബത്ത് എല്ലാവരും വളരെ വിഷമിച്ച് നിൽക്കുന്ന സാഹചര്യം. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വ്യാഴാഴ്ച മഗ്‌രിബിനാണ് അവസാനമായിട്ട് അവർക്ക് ഇമാമായിട്ട് നേതൃത്വം നിൽക്കുന്നത്. പിന്നീട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രോഗബാധിതനായിട്ട് വീട്ടിൽ തന്നെ കിടക്കുകയാണ്. ആ സമയത്തൊക്കെയും അബൂബക്കർ തങ്ങളാണ് സ്വഹാബത്തിന് നേതൃത്വം നൽകുന്നത് നിസ്കാരത്തിലൊക്കെയും. എല്ലാ ദിവസവും പ്രവാചകനോട് സമ്മതം ചോദിച്ച് ബാങ്ക് വിളിച്ചിട്ട് നിസ്കാരം തുടങ്ങുന്ന ബിലാൽ തങ്ങൾക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. വ്യാഴാഴ്ച അങ്ങനെ രോഗം പിടിപെട്ട് വെളിയും ശനിയൊക്കെ കഴിഞ്ഞ് തിങ്കളാഴ്ച ദിവസം സുബ്ഹിയോടടുത്തപ്പോൾ സുബ്ഹ് നമസ്കാരത്തിൻ്റെ വേളയിൽ പ്രവാചകൻ അവിടുത്തെ റൂമിൻ്റെ വിരി മാറ്റിയിട്ട് നമസ്കാരത്തിന് വേണ്ടി ഒരുമിച്ച് കൂടിയ സ്വഹാബത്തിന് നോക്കുന്നുണ്ട്. ആ സമയത്ത് പ്രവാചകൻ്റെ മുഖം വളരെ സുന്ദരമായിരുന്നു. അപ്പോൾ സ്വഹാബത്ത് എല്ലാവരും വിചാരിക്കുന്നുണ്ട് പ്രവാചകൻ്റെ രോഗമൊക്കെ ശിഫയായിട്ടുണ്ട്, മാറിയിട്ടുണ്ട് എന്ന്. അങ്ങനെ എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് നിസ്കാരം പൂർത്തീകരിക്കുന്നതും അവരുടെ കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുന്നതും. പിന്നീടാണ് അവരെല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് പ്രവാചകൻ്റെ വഫാത്ത് വാർത്ത അവിടെ ആകെ പരക്കുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു അവിടുത്തെ മാനസിക നില പോലും തെറ്റിയിട്ട് വാളെടുത്തിട്ട് മക്കയിലേക്ക് ഇറങ്ങുകയാണ്. ആരാണ് എൻ്റെ പ്രവാചകൻ മരിച്ചു എന്ന് പറഞ്ഞത്, അവരെ ഞാൻ ഈ വാള് കൊണ്ട് ശരിയാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ അത്തരത്തിൽ മാനസിക നില തെറ്റിയിട്ട് പലരും ഇടപെടുന്ന സമയമാണ്. ചിലരെല്ലാം അവരുടെ കണ്ണുകൾ പോലും പൊട്ടിക്കാൻ ശ്രമിക്കുന്നു. പ്രവാചകനെ കണ്ട മദീന, ഇനി ആ നബിയില്ലാത്ത മദീന കാണാൻ ഞങ്ങൾക്ക് ഈ കണ്ണുകളെ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അതിനുപോലും ശ്രമിക്കുന്ന അവസരമാണ്. അത്തരത്തിൽ വികാരാതീതമായ സാഹചര്യം. അങ്ങനെ ളുഹർ ബാങ്കിൻ്റെ സമയമായി. ബിലാൽ തങ്ങൾ പതിവ് പോലെ ബാങ്ക് വിളിക്കാൻ വേണ്ടി കയറുകയാണ്.
അല്ലാഹു അക്ബർ എന്ന കീർത്തനത്തിന് ശേഷം അഷ്ഹദു അല്ലാ ഇലാഹ എന്ന ശേഷം അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞുകൊണ്ട് മുഴുവനാക്കാനാവാതെ ബോധരഹിതനായി പള്ളിയിൽ വീഴുന്ന ബിലാൽ റളിയല്ലാഹു അൻഹു മറ്റാരോ വന്നുകൊണ്ടാണ് ആ ബാങ്കിൻ്റെ ബാക്കി ഭാഗങ്ങൾ പൂർത്തീകരിക്കുന്നത്. നിറത്തിൻ്റെ പേരിൽ, വർണ്ണത്തിൻ്റെ പേരിൽ തന്നെ ഇത്രമേൽ ക്രൂരമായി പീഡിപ്പിച്ചിരുന്നൊരവസ്ഥയിൽ നിന്ന് തന്നെ ഇസ്ലാമിൻ്റെ ഇത്രമേൽ ശക്തനായ നേതാവാക്കി മാറ്റുന്നതിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൻ്റെ പ്രിയപ്പെട്ട മനുഷ്യൻ ഇന്ന് തന്നെ വിട്ടുപോയതോർത്തിട്ട് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന പ്രവാചകൻ്റെ പേര് പോലും മുഴുവനായി ഉച്ചരിക്കാനാവാതെ ഞാൻ ഇതിനു മുൻപ് മരിച്ചു പോയിരുന്നെങ്കിൽ ഇതൊന്നും കാണാനുള്ള വിധി എനിക്കുണ്ടാകുമായിരുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞ് അബോധാവസ്ഥയിൽ വീഴുന്ന ബിലാൽ റളിയല്ലാഹു അൻഹു. അന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറടക്കലൊക്കെ കഴിഞ്ഞ് എല്ലാവരും തിരിച്ചു പോരുന്ന വേളയിലാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ട് ബിലാൽ തങ്ങൾ പറയുന്നത്, ഞാൻ ഈ നാട് വിട്ടു പോവുകയാണ്. അരുത് ബിലാൽ, നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കണം. നിങ്ങൾ പോയാൽ ഇവിടെ ആരാണ് ബാങ്ക് വിളിക്കുക? സമയത്ത് ബിലാൽ റളിയല്ലാഹു അൻഹു പറയുന്നു, ഹബീബില്ലാത്ത മദീനയിൽ ഇനി ബിലാലിന് ഇടമില്ല. അങ്ങനെ പോവാനിരിക്കുന്ന അവസരത്ത് അബൂബക്കർ തങ്ങൾ വീണ്ടും നിർബന്ധിച്ചപ്പോൾ ബിലാൽ തങ്ങൾ പറയുന്നുണ്ട്, അന്ന് ഉമയ്യത്തിൻ്റെ ക്രൂരമായ ചാട്ടവാറടികൾ കൊണ്ട് മരുഭൂമിയിൽ പൊളയുന്ന എന്നെ നിങ്ങൾ സ്വതന്ത്രനാക്കിയത് അള്ളാഹുവിന് വേണ്ടിയാണ് എങ്കിൽ എന്നെ ഇപ്പോൾ പോകാൻ അനുവദിക്കണം. അതല്ല, നിങ്ങൾക്ക് വേണ്ടിയായിരുന്നു അത് സ്വതന്ത്രമാക്കിയതെങ്കിൽ നിങ്ങൾ പറയുന്നത് പോലെ ഞാൻ അനുസരിച്ച് ഇവിടെ നിന്ന് കൊള്ളാം എന്ന് പറയുന്നു. അബൂബക്കർ തങ്ങൾ പോകാൻ സമ്മതം നൽകുന്നു. അങ്ങനെ അദ്ദേഹം അവിടെ നിന്ന് നാട് വിട്ടു പോവുകയാണ്. കാലങ്ങൾ ഒരുപാട് കഴിഞ്ഞ് അബൂബക്കർ തങ്ങളുടെ ഖിലാഫത്തിന് ശേഷം ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്ത്, ബൈത്തുൽ മുഖദ്ദസ് ഉമർ റളിയല്ലാഹു അൻഹു ഒരു തുള്ളി രക്തം പോലും ചിന്താതെ കീഴ്പ്പെടുത്തിയ സമയമാണത്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുൻപുണ്ടായിരുന്ന കൽപ്പനകൾ പോലെ ബൈത്തുൽ മുഖദ്ദസ് മുസ്ലിങ്ങളുടെ കയ്യിൽ വന്നിരിക്കുന്ന സമയമാണ്. അന്ന് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെയാണ് ഉമർ തങ്ങൾ വിളിക്കുന്നത്. തൻ്റെ പ്രിയപ്പെട്ട മനുഷ്യനെ വിളിച്ചുകൊണ്ട് ആദ്യമായിട്ട് ബൈത്തുൽ മുഖദ്ദസിൽ ബാങ്ക് വിളിക്കാൻ വേണ്ടി പറയുന്നു. ചരിത്രത്തിൽ മദീനയിൽ ആദ്യമായിട്ട് ബാങ്ക് വിളിച്ചത് ബിലാൽ തങ്ങളാണ്. മക്കയിൽ, ബൈത്തുൽ മുഖദ്ദസിൽ, സിറിയയിൽ, ഇവിടെ എല്ലാം ആദ്യമായിട്ട് ബാങ്ക് വിളിച്ചത് ബിലാൽ റളിയല്ലാഹു അൻഹു ആയിരുന്നു. ഒരു ദിവസം നബിയെ സ്വപ്നത്തിൽ കാണുന്നുണ്ട്. എന്താണ് ബിലാൽ, നീ ഇപ്പോൾ മദീനയിലേക്കൊന്നും വരാത്തത്? എന്നെ കാണണ്ടേ എന്ന് ചോദിക്കുന്ന പ്രവാചകനെ കണ്ട ദിവസം പിറ്റേ ദിവസം തന്നെ മദീനയിലേക്ക് പുറപ്പെടുകയാണ്. അവിടെ എത്തി പ്രവാചകൻ്റെ പ്രിയപ്പെട്ട പേരക്കിടാങ്ങളായിരുന്ന ഹസൈൻ, ഹുസൈൻ റളിയല്ലാഹു അൻഹുമ അവരുടെ നിർബന്ധത്തിൽ വഴങ്ങിയിട്ട് ബിലാൽ തങ്ങൾ അന്ന് ബാങ്ക് വിളിക്കാൻ വേണ്ടിയിട്ട് പള്ളിയിലേക്ക് ചെല്ലുന്നുണ്ട്. ബിലാൽ തങ്ങളുടെ ബാങ്ക് വിളി കേട്ടപ്പോൾ മദീനയിലുണ്ടായിരുന്ന മുഴുവൻ ആളുകളും അവരുടെ പ്രവാചകൻ്റെ ഓർമ്മകളിൽ അവരേക്ക് അലയടിച്ചു വരുന്നു. ചരിത്രം പറയുന്നു, പ്രവാചകൻ വഫാത്തായ അന്ന് മക്കയിൽ എത്രത്തോളം വ്യസനപൂർണമായ സാഹചര്യമായിരുന്നോ അതുപോലെയായിരുന്നു ബിലാൽ തങ്ങൾ വീണ്ടും മദീനയിൽ വന്നിട്ട് ആ ബാങ്ക് വിളിച്ച വേളയിൽ. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഓർമ്മകൾ ആ മനുഷ്യരെ അത്രമേൽ ക്രൂരമായിട്ട് വേദനിപ്പിക്കുകയാണ്. ബിലാൽ തങ്ങളുടെ ബാങ്ക് വിളി കേട്ടപ്പോൾ നബി അവിടെ ഉള്ളതുപോലെ അവർക്ക് തോന്നുന്നു. അവരെല്ലാവരും പൊട്ടിക്കരഞ്ഞുകൊണ്ട് പള്ളിയിലേക്ക് ഓടി വരുന്ന വേദനിപ്പിക്കുന്ന ചരിത്രവും നമ്മൾ അവിടെ വായിച്ചെടുക്കുന്നുണ്ട്. പിന്നീട് അദ്ദേഹം തിരിച്ച് സിറിയയിലേക്ക് തന്നെ വരികയാണ്. മക്കളൊന്നും ഉണ്ടായിരുന്നില്ല. ഭാര്യയോട് മരണാസന്നമായി കിടക്കുന്ന വേളയിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ മരിക്കാൻ പോവുകയാണ്. ആ സമയത്ത് ഭാര്യ അലമുറയിട്ട് കരയുകയാണ്. ആ സമയത്ത് ബിലാൽ തങ്ങൾ ഭാര്യയെ വിളിച്ചിട്ട് പറയുന്നു, കരയേണ്ടതില്ല, സന്തോഷിക്കുകയാണ് വേണ്ടത്. കാരണം ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിനെ കാണാൻ പോവുകയാണ്. അപ്പോഴൊക്കെയും ഹബീബിനോടുള്ള അഗാധമായ പ്രണയം. കാരണം ആ മനുഷ്യനെ അത്രമേൽ അവഗണിച്ചിരുന്ന, ആക്രമിച്ചിരുന്ന, പീഡിപ്പിച്ചിരുന്ന ഒരു മനുഷ്യരിൽ നിന്ന് നബിയെ, എൻ്റെ ഉമ്മ എന്നെ പ്രസവിച്ച അന്ന് മുതൽ ഒരു മനുഷ്യനും എന്നെ ഇതുപോലെ നെഞ്ചോട് ചേർത്തണച്ചിട്ടില്ല എന്ന് പറയത്തക്ക വിധം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മനുഷ്യൻ്റെ പ്രിയപ്പെട്ട മനുഷ്യനായിട്ട് മാറുകയാണ്. എങ്ങനെയാണ് ബിലാൽ തങ്ങൾക്ക് ആ പ്രവാചകനെ മറക്കാനാവുക? എങ്ങനെയാണ് ആ മനുഷ്യൻ അവർക്ക് പ്രിയപ്പെട്ടതായി മാറാതിരിക്കുക? അങ്ങനെ ബിലാൽ തങ്ങൾ സിറിയയിൽ വെച്ചുകൊണ്ട് തന്നെയാണ് അള്ളാഹുവിലേക്ക് വിടവാങ്ങുന്നത്. സിറിയയിലെ ഡമസ്കസിലാണ് അദ്ദേഹത്തിൻ്റെ ഖബർ. അള്ളാഹു സുബ്ഹാനഹു വ തആല നാളെ അവരോടുകൂടെ അവൻ്റെ ജന്നാത്തിൽ നമ്മെ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നാളെ ഇതുപോലെ മനോഹരമായ ഒരു കഥയുമായിട്ട് നമുക്ക് വീണ്ടും ഇരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.